ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ എറണാകുളം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിൽ അഭിമാനകരമാവുന്ന വിജയം UDF-നുണ്ടാകും. ചരിത്ര ഭൂരിപക്ഷമായിരിക്കും UDF-നുണ്ടാകുക. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും എറണാകുളം ജില്ലയിൽ CPM-ന്റെ അവകാശവാദം ഇപ്പോൾ നടത്തുന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിജയം UDF-ന് ജനങ്ങൾ സമ്മാനിച്ചു. ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേള വരെ ഉണ്ടായിട്ടില്ല. സർക്കാരിനെതിരായി ജനം വോട്ട് ചെയ്യാൻ കാത്തുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ. ജനവിരുദ്ധമായ നയങ്ങളും ദുസ്സഹമായിട്ടുള്ള നടപടികളും ഓരോ ദിവസവും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത് അക്ഷമരായി കാത്തുനിന്ന ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയതായി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജിൽ നമുക്കത് ദർശിക്കാനും സാധിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ഈ വിധിയെഴുത്തിനെ അവലോകനം ചെയ്തതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. എന്തായാലും മെയ് 4 വരെ അവരത് പറയട്ടെ. ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഈ ഡീല് നടന്നൊരു ആരോപണം വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസിനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ ജില്ലയിലും സംസ്ഥാനത്തും, ജില്ലയിൽ മാത്രമല്ല CPM BJP-യുമായി ഡീലുണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെമ്പാടും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ അവിശുദ്ധ ബന്ധം കുറേ കൂടി മറനീക്കി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞത് ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയായ CPI ആണ്. CPI-യുടെ മന്ത്രിയായിരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട VS സുനിൽകുമാറാണ്. വളരെ കൃത്യമായി UDF പറയുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഡീലുണ്ട് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിലാണ് LDF-നെ സഹായിക്കുക, മറിച്ച് BJP-യെ വിവിധ സ്ഥലങ്ങളിൽ CPM സഹായിക്കും. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം BJP-യുടെ A-ക്ലാസ് മണ്ഡലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഇന്നലെ വന്ന ഒരു അരാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് ചക്കയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡീലല്ലാതെ പിന്നെ എന്താ ഉള്ളത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ BJP അവിടെ ഭരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായ ഒരു മുനിസിപ്പാലിറ്റി ഭരണത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് BJP-ക്ക് കൂടുതൽ വോട്ട് വിഹിതം നേടാൻ കഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് BJP മത്സരിക്കാതെ ഇന്നലെ അവരുടെ പാർട്ടിയിലേക്ക് വന്ന ഒരു ഘടകകക്ഷിക്ക് അവർ സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡീലല്ലാതെ പിന്നെ വേറെ എന്തോ ഉള്ളത്? അപ്പോൾ അതിന് പകരം CPM അവർ വേറെ എവിടെയാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടത്തിയതുപോലെ തന്നെ വീണ്ടും തുടർന്നു പോവുകയാണ്. ഇത് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒന്നാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും വരും നാളുകളിൽ അതിന് കനത്ത വില കൂടി നൽകേണ്ടി വരും എന്നുള്ളത് കൂടി ഞങ്ങളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെയും UDF-നെയും ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ BJP-യുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷീണമുണ്ടാകുന്നതും ദുർബലപ്പെടാൻ പോകുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിനെയോ UDF-നെയോ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഈ കൂട്ടുകെട്ട് യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇത്
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി UDFന് ഇനിയിപ്പോൾ മെയ് 4-ാം തീയതി കഴിയണം, വോട്ടെണ്ണി കഴിയണം, കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കണം, UDFന് ഭൂരിപക്ഷം ലഭിക്കണം. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. അത് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ, ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾക്കും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതാണ് കാലങ്ങളായി കേരളത്തിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആ ചർച്ചകളെല്ലാം അത്തരത്തിൽ മാത്രമാണ് അതിനുള്ള മറുപടി. അത് തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കോൺഗ്രസും UDFും നടത്തിയ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട്, നിരവധി സമരങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെയൊക്കെ ആകെത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം UDF പ്രവർത്തകരും, എല്ലാ ആളുകളും കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു വലിയ പ്രതിരോധം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ആകെത്തുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കി നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കി ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും കഠിനാധ്വാനം നടത്തിയവരും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടവരും അവർക്കൊക്കെ മനസ്സിലൊരു മുറിവേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനകത്തും UDFിനകത്തും ആഭ്യന്തര കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്യും. കോൺഗ്രസിന് അതിനകത്ത് കൃത്യമായ ഒരു മറുപടി എല്ലാ നേതാക്കന്മാരും എല്ലാവരും തന്നെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ എക്കാലവും കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലൂടെ മാത്രമാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ വിജയത്തെയും വരാനിരിക്കുന്ന വിജയത്തെയും ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെയും ജനം എത്രത്തോളമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ വോട്ട് ചെയ്ത ജനങ്ങളെ കൂടി ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൂടി അഭിമാനകരമാകുന്ന രീതിയിൽ കേരളത്തിൽ ഒരു 5 വർഷക്കാലം ഒരു മികച്ച ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ഉന്നയിച്ച വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നത്തെ ഭരണവും തകർത്ത് കളഞ്ഞ എല്ലാ കേരളത്തിലെ സമസ്ത മേഖലകളെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരു പുതിയുഗ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും UDF ഒറ്റക്കെട്ടായി ഒരുമിച്ചുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും 5 വർഷക്കാലം ഉണ്ടാകും. കൊച്ചി നിയോജക മണ്ഡലത്തിൽ UDFന് ചരിത്ര ഭൂരിപക്ഷമാകും ഉണ്ടാകുക. ഒന്ന്, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതിന് ഉള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യവും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥിമാർ വരുന്നതിന് മുമ്പ് 10 വർഷക്കാലം MLA ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ ഇന്നുന്നയിക്കുന്ന, കാലങ്ങളായി ഉന്നയിക്കുന്ന ജനകീയ വിഷയങ്ങളെ തൊടാത്ത ഒന്നായിരുന്നു. സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവൻ കൊച്ചിയുടെ വികസന നേട്ടങ്ങളാണ് എന്നുള്ള തരത്തിൽ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ അതെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? അവിടെ കുടിവെള്ളത്തിന് 10,000-കണക്കിന് ആളുകൾക്ക് പരാതികളുണ്ട്. കുടിവെള്ള പ്രശ്നം ഒന്ന്, ഈ കടുത്ത വേനലാണ്, ഏപ്രിൽ മെയ് മാസം എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത വേനലാണ്. ആളുകൾ എന്നോട് പറഞ്ഞത് നാട് വിട്ട് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നാട് വിട്ട് പോകേണ്ടി വരും. കൈക്കുഞ്ഞുങ്ങളുമായി വന്നവർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ നാട് വിട്ട് പോകേണ്ടി വരും. ആഴ്ചയിൽ 2,000 രൂപയുടെ 3 ടാങ്കർ ലോറിയിലാണ് വെള്ളം അടിക്കുന്നത്. അപ്പോൾ 6,000 രൂപ വേണം ഒരാഴ്ചയിൽ. കയ്യിലുണ്ടായിട്ടില്ല, കടം വാങ്ങിച്ചാണ് ചെയ്യുന്നത്. വേറെ നിവർത്തിയില്ല. കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് വെള്ളം വേണ്ടേ? അത് എത്തിച്ചു തരാൻ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു MLAക്ക് ഒരു സർക്കാരിനും സാധിച്ചില്ല. പിന്നെ എന്ത് വികസന നേട്ടം എന്ന് പറയണത്? അപ്പോൾ അവർക്കൊരു വികസന നേട്ടം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ജീവവായു നിലനിർത്താനുള്ള കുടിവെള്ളം പോലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കടൽക്ഷോഭം നേരിട്ട ഈ പറയുന്ന കണ്ണമാലി പ്രദേശം, ചെല്ലാനത്ത് 7.5 കിലോമീറ്റർ പ്രശ്നങ്ങളില്ല. പക്ഷേ തുടർന്ന് പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള കണ്ണമാലി പ്രദേശത്ത് അതിരൂക്ഷമായ കടൽ കയറ്റമാണ്.
അപ്പോൾ അത് ഉണ്ടാക്കാവുന്ന പ്രതിസന്ധി നേരത്തെ തിരിച്ചറിഞ്ഞ് ഈ മുഴുവൻ സ്ഥലങ്ങളിലും ടെട്രാപാഡ് നിർമ്മിക്കാനുള്ള ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് സർക്കാർ മാറി 12 കിലോമീറ്റർ ആക്കി അത് ചുരുക്കിയെങ്കിലും പണി തീർന്നു വന്നപ്പോൾ 357 കോടി രൂപ ചെലവ് ചെയ്തത് 7.2 കിലോമീറ്ററിലാണ്. ബാക്കിയുള്ള 5 കിലോമീറ്ററിൽ താഴെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. അതിനകത്ത് എന്താണ് അഴിമതിയാണ് നടന്നത്, കെടുകാര്യസ്ഥതയുണ്ടോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ അത് അന്വേഷിക്കേണ്ട ഒന്നാണ്. അവിടെ കടൽഭിത്തി നിർമ്മാണം നടത്തണം. ഓരുവെള്ളം കയറുന്ന വർഷത്തിൽ 11 മാസവും ഓരുവെള്ളം കയറുകയാണ്. അപ്പോൾ ആളുകളുടെ വീടും അവിടെ വാഹനങ്ങളും കൃഷിയും എല്ലാം നശിച്ചു പോവുകയാണ്. ടൂറിസം, നിങ്ങൾ ഫോട്ടോ വെച്ച് കടപ്പുറത്ത് പോയാൽ കാണാം, അവിടെ അഴുക്ക് പിടിച്ച ഒരു കടപ്പുറമാണ്. വാക്ക് വേ എല്ലാം തകർന്നു കിടക്കുകയാണ്, പുലിമുട്ടുകൾ തകർന്നു കിടക്കുകയാണ്, ഈ പറയുന്ന ചീനവലകൾ എല്ലാം തകർന്നു കിടക്കുകയാണ്. നിങ്ങൾ പോയാൽ അറിയാം 10 വർഷക്കാലം എന്തിനാണ് ഇതുപോലെ ഒരു ഭരണം ഉണ്ടായിരുന്നത്. കൊച്ചി പോലെ ലോകത്തെ 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്താൽ അതിലൊന്ന് കൊച്ചിയാണ്, ഫോർട്ട് കൊച്ചിയാണ്. അവിടെ വന്നാൽ വിദേശികൾ വന്നാൽ കാണുന്നത് ഇതാണ്. അപ്പോൾ ഒരു തരത്തിലും ഒരു വികസനം എത്താത്ത സ്ഥലമാണ്. ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ആളുകൾ മരണപ്പെടുന്നു. ഏത് തോപ്പുംപടി പാലം കയറി എറണാകുളത്തേക്ക് എത്തിയാൽ കൂടി വന്നാൽ 1-2 ദിവസം ജീവിക്കും. കാരണം ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ, സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ അവരുടെ കയ്യിൽ പണമില്ല. അവർ സർക്കാർ ആശുപത്രിയാണ് അവരെ ആശ്രയിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ വന്നാൽ ചികിത്സയില്ല. ഈ പറയുന്ന പഞ്ഞു മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വരണം, ഒരു ചികിത്സയില്ല. അപ്പോൾ പാലം ബ്ലോക്കിൽപ്പെട്ടാൽ ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. റഫറൽ ആശുപത്രിയാണ് കരുവേലിപ്പടിയും മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ എവിടെയാണ് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഈ 10 വർഷക്കാലം CPMന്റെ MLA എന്ത് സഹായമോടെ ചെയ്തിട്ടുള്ളത്? പിന്നെ അവർക്ക് എന്ത് നേട്ടോ പറയാനുള്ളത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ കുറേ സ്ഥലങ്ങളിൽ, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഞാൻ പോയതാണ്. എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ഞാൻ എല്ലാവരെയും കണ്ട ഒരാളാണ്. എല്ലാവരുടെയും പരാതി ഇതായിരുന്നു. അവർ പറഞ്ഞ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ്. ഒരു മാറ്റം അനിവാര്യമാണ്, ഇങ്ങനെ പോയാൽ ഈ നാട് നന്നാവില്ല. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് UDFനോടൊപ്പമുള്ള ആളുകൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും എക്കാലവും അവരോടൊപ്പം പ്രവർത്തിച്ച് അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വരെ നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതെല്ലാം സൂചിപ്പിക്കുന്നത് ചരിത്ര ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ 5000 വോട്ട് കൂടുതലാണ് അവിടെ. 5000 വോട്ട് കൂടുതലാണ്. സ്ത്രീ വോട്ടർമാർ 3000-ലധികം പുരുഷ വോട്ടർമാരേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ സ്ത്രീകളായിട്ടുള്ള, അമ്മമാരായിട്ടുള്ള, സഹോദരിമാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അവരുടെ വിഷമമാണ്. അപ്പം അതിനൊരു പരിഹാരം UDFന്റെ സർക്കാർ വന്നാൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തവണ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്നത് UDF ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു നേട്ടത്തിലേക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അവലോകനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറവൂരിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രതിപക്ഷ നേതാവിന് ലഭിക്കും. ഞാൻ പറഞ്ഞില്ലേ, ജില്ലയിൽ അഭിമാനകരമാവുന്ന ഒരു വിജയമായിരിക്കും UDFനുണ്ടാകുക. എല്ലാ സീറ്റുകളിലും ചരിത്ര ഭൂരിപക്ഷമായിരിക്കും UDFനുണ്ടാകുക. ഈ അങ്കമാലിയിലും പിറവത്തൊക്കെ ഇപ്പോൾ വോട്ടുകൾ നോക്കുമ്പോൾ കുറവ് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? അല്ല, ഈ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഇതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട് ആ വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മികച്ച വിജയം 87% വിജയമാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. കാരണം ജനങ്ങൾ ആളുകളെ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അടിസ്ഥാനപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കേരളത്തിന്റെ പൊതുവായ ഇന്നത്തെ ഭരണത്തെയും വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ആ വോട്ട് ചെയ്ത ജനങ്ങൾ തീർച്ചയായും ഡയറക്റ്റായി സർക്കാരിന് എതിരായി ചെയ്യാനിരിക്കുന്ന ഒരവസരം കിട്ടിയപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ചെറിയ വോട്ടുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും അത് മേക്കപ്പ് ചെയ്യാൻ ജനങ്ങളുടെ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്.